അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മമ്മൂട്ടി സിനിമ തിയേറ്ററിൽ കളങ്കാവൻ. ഏകദേശം 7 മാസത്തിന് ശേഷമാണ് മമ്മൂക്കനെ നമ്മൾ സ്ക്രീനിൽ കാണാൻ. ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ടായിരുന്നു കാണാൻ പോണതിന് മുന്നേ. ആൻഡ് ജിതിൻ കെ ജോസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു സിനിമ ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പ്ലസ് അതൊരു ചാപ്റ്റർ വൈസ് ആണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുറുപ്പ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതൊരു നോൺ ലീനിയർ, അതുപോലെ ചാപ്റ്റർ എപ്പിസോഡ് വൈസ് ആണ് കുറുപ്പ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഓരോരോ സംഭവങ്ങൾ പറഞ്ഞ് ആ കേസിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ജിതിൻ കെ ജോസ് തന്നെയാണ് അതിന്റെയും സ്ക്രിപ്റ്റ്, ഐ മീൻ റൈറ്റർ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ആളുടെ ഫസ്റ്റ് ഡയറക്ഷൻ മൂവിയാണ് കളങ്കാവൽ. മാൻ, അടിപൊളി പരിപാടി. ഐ മീൻ ആള് ഉഷാറായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പ്രോപ്പർ ആയിട്ട് ഡെലിവർ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് മമ്മൂക്ക ഉഷാർ. ഐ മീൻ ഞാൻ പറഞ്ഞ മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. മമ്മൂക്ക ഇതിനെക്കാട് അടിപൊളിയായിട്ടുള്ള കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് എൻ അമേസിംഗ് ആക്ടർ. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത്രയും അടിപൊളിയാണ്. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വില്ലൻ റോൾ. ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോൾ മമ്മൂക്ക എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളും ആ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്ക് അവരുടെ എന്താ പറയാ ആ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. സിനിമ തുടങ്ങുമ്പോൾ 5-10 ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൽ തന്നെ എന്താണ് ഈ ഒരു ക്യാരക്ടർ, മമ്മൂക്ക ചെയ്യണ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ ഏത് എക്സ്ട്രീം വരെ പോവും എന്ന് കാണിച്ചു തരുന്ന ഒറ്റ സീനുണ്ട്. ആ 5-10 മിനിറ്റിൽ നമുക്കത് മനസ്സിലാവും. അപ്പോഴേ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ഭയം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. ആൻഡ് അമേസിങ്. അതാണ് പരിപാടി. അല്ലാണ്ട് മമ്മൂക്ക എന്താ പറയാ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നല്ല. ആ ഒരു സിമ്പിൾ മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളും വെച്ചിട്ട് മമ്മൂക്ക ആ സിനിമേനെ ഷോൾഡർ ചെയ്ത് കൊണ്ടുപോവാ. സി, മമ്മൂക്കയുടെയും അതുപോലെ വിനായകൻ ഇവരൊക്കെ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഭയങ്കര ഇതുവരെ കാണാത്ത സിനിമ, അങ്ങനെ ഒന്നും പറയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അപ്പൊ നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്, ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് ഇതും. ആൻഡ് ഇത്തിരി ഒരു മീഡിയം പേസിലാണ് സിനിമ പോണത്, അല്ലാണ്ട് ഭയങ്കര സ്ലോ പേസ് അല്ല, ഒരു മീഡിയം പേസിലാണ് സിനിമ പോണത്. പ്രത്യേകിച്ച് എനിക്ക് ചെറുതായിട്ട് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കയറിയ സമയത്ത് ഒരു പേസിംഗിൽ ചെറിയൊരു ഇഷ്യൂ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ പോയി കാണണം, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഒരു എന്താ പറയാ പരിപാടി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ഇതില് സൈനൈഡ് മോഹനൻ കേസ് പ്ലസ് കുറെ ഇവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു പുതിയൊരു രീതിയിലുള്ള ഒരു സ്റ്റോറി ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. മീൻസ് പുതിയത് ഇൻ ദ സെൻസ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കളങ്കാവൽ. ആൻഡ് വിനായകൻ ആസ് എ പോലീസ് ഓഫീസർ, വിനായകനാണ് ഇതിലെ നായകൻ, അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗൈൻ ഏറ്റവും വലിയ ഒരു കയ്യടി കൊടുക്കേണ്ട പരിപാടി എന്താ വെച്ചാൽ, അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സിനിമയിൽ എവിടെയും വില്ലനെ ഭയങ്കര പരിപാടിയായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ മമ്മൂട്ടിയാണ് ആ റോൾ ചെയ്യണത്, അതുകൊണ്ട് മമ്മൂട്ടിക്ക് അവരിത് കൊടുക്കണം. അത് എവിടെയും കാണിച്ചിട്ടില്ല. അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഈവൻ കുറുപ്പിലേക്കൊക്കെ വന്ന സമയത്ത് കുറുപ്പിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് ദുൽഖർ സൽമാന്റെ ആ ഒരു ഐ മീൻ DQ സ്റ്റാർഡം അതിലേക്ക് പോകാൻ തുടങ്ങി. ആൻഡ് അതിനെ പറ്റിയ രീതിയിലുള്ള സ്കോർസും കൊടുക്കാൻ തുടങ്ങി സുഷിൻ ശ്യാം. അപ്പൊ ആ ഒരു എയർപോർട്ട് വന്ന സീനൊക്കെ നമ്മൾ അറിയാണ്ട് പോലും ഒന്ന് കൈയടിച്ചു പോകും. ഇതിൽ അങ്ങനെയല്ല. ഈ സിനിമയില് വില്ലന്റെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് റോൾ ചെയ്യണ ഈ മമ്മൂക്കയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതാണ് ഈ സിനിമയുടെ ഈ മമ്മൂക്കയുടെ പെർഫോമൻസിന്റെ സക്സസും ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയാനുള്ളത്. ആൻഡ് ക്ലൈമാക്സിലേക്കൊക്കെ അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് എനിക്ക് എന്താ പറയാ എവിടേക്കൊക്കെയോ ഒരു തിരിത്തിരി ഒന്ന് ഔട്ട് ഇൻ ദ സെൻസ് സിനിമയുടെ ഒരു പേസിങ് ചെറുതായിട്ട് എന്തോ പറ്റിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം കേട്ടോ. ആൻഡ് ഓവറോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് നടത്തിയിട്ടില്ല ആരെയും. ഒരു മമ്മൂക്ക എന്നുള്ള ഒരു സ്റ്റാർ വന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ആസ് ആൻ ആക്ടർ ആൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഒരു റോൾ കൊടുത്തു, അതെങ്ങനെ ചെയ്യാൻ പറ്റും അതങ്ങനെ ആള് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡയറക്ടറും ആളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദ് ആളുടെ കിഷ്കിന്ത കാണ്ഡത്തിലേക്ക് വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു കഥയ്ക്ക് ഈ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ആ ഒരു ലെവൽ വർക്ക് ആളും കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസെന്റ് വർക്കാണ് ആളുടെ സൈഡിൽ നിന്നും വന്നിട്ടുള്ളത്. അതിൽ പെർട്ടിക്കുലർ ആയിട്ട് പറയേണ്ട ഒരു സോങ് എന്ന് പറയുന്നത് നില വെളിച്ചം. അത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തിയേറ്ററിൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയലി അത് തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആൻഡ് ബാക്കിയൊക്കെ ഇപ്പം സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇത്
എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ അടുത്ത സീൻ എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഈ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് കാരണം നമ്മുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റിയാണ്. എന്തായിരിക്കും അടുത്തത് ഇനി ചെയ്യാൻ പോകണ്ടാവുക? അങ്ങനത്തെ ഒരു ഫീൽ അവര് നമുക്ക് തരുന്നുണ്ട്. അത് ഡയറക്ടറിന്റെ ഭാഗത്താണെങ്കിലും കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ആള് ചെയ്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് വിനായകൻ മമ്മൂക്ക മാത്രമല്ല, അതിൽ വരുന്ന ഓരോ ആക്ടേഴ്സും നല്ല വൃത്തിക്ക് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സംഭവം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അത് വിചാരിച്ച് ഇതുവരെ കാണാത്ത ഒരു ത്രില്ലർ പടം എന്നൊന്നും പറയില്ല. കാരണം നമ്മൾ കണ്ടുവന്നിട്ടുള്ള സ്ഥിരം ഒരു ത്രില്ലർ, ഐ മീൻ സ്ഥിരം ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ തന്നെയാണിത്. വല്ലാത്ത വ്യത്യസ്തത ഒന്നും പറയാനില്ല. ഐ വുഡ് സേ ഇറ്റ്സ് ആൻ ആവറേജ് മൂവി, ബട്ട് പെർഫോമൻസ് മേക്ക്, എന്താ പറയാ, അത് പെർഫോമൻസ് ആണ് അതിന്റെ ചെറി ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്താ പറയാ, കണ്ടിട്ട് ഷെയർ ചെയ്യുക. ഇനി കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോയിലേഴ്സ് ഇല്ലാത്ത നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യും. കാണാൻ പോകുന്നവർ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ആൻഡ് കണ്ടിട്ടേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ഒരുപാട്, എന്താ, സ്ത്രീകൾ 23 എത്ര ഉണ്ടല്ലോ. അത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ കൂടില്ല. കാരണം നമ്മൾ നോൺ ലീനിയർ ആയിട്ട് പോകുന്ന സമയത്ത് കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് സിനിമയിൽ. ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ബോറായിട്ടും തോന്നിയില്ല. ആൻഡ് അഗെയിൻ മമ്മൂക്കയുടെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ക്യാരക്ടർ മമ്മൂക്ക ആക്ച്വലി വേറെ മീൻസ് ഒരു 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 മീറ്റർ ഉണ്ട് ആ ക്യാരക്ടറിന്. അത് അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് ബോറാവുമായിരുന്നു. പക്ഷെ അത് ബാലൻസ് ഔട്ട് ചെയ്ത് കറക്റ്റ് മെഷർമെന്റ്, കറക്റ്റ് മീറ്ററിൽ അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയാണ് അത്. ആൻഡ് വിനായകൻ ഓൾസോ നമുക്ക് ആ ഒരു ഫീല് തരുന്നുണ്ട്. കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് സിനിമയിൽ. എന്തായാലും നിങ്ങൾ പോയി കാണും. ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കണില്ല. ആൻഡ് ഐ വുഡ് സേ ഔട്ട് ഓഫ് 5 ഞാനൊരു 3.5 ഒക്കെ ഈ സിനിമയ്ക്ക് എന്റെ ഒരു റേറ്റിംഗ് കൊടുക്കും. ഇത് തികച്ചും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.